ഈ സംഭവങ്ങൾ കഴിഞ്ഞു. പ്രൊട്ടസ്റ്റേഴ്സിനെ പോലീസ് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. മന്ത്രി വളരെ കൂളായിട്ട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. അപ്പോൾ ഒരു വലിയ അസോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പ്രതീതി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളിലില്ല. സത്യമല്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദ്യം 2 കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. ആദ്യത്തെ ഒരു കൂട്ടം, ഒരാള് ആ ഒരു മുണ്ടും ഷർട്ടും പറഞ്ഞില്ലേ, ആ ആൾ ആദ്യം ഓടി വരുന്നു. അതാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് പോകുന്നു. അപ്പോൾ ഒരാൾ ആദ്യം ഓടി വരുന്നു. ആ ആളുടെ നേരെ പോലീസ് അയാളെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ മറ്റൊരാൾ അകത്തൂടെ കയറി നമ്മുടെ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിനുശേഷം അവരെ പിടിച്ച് അപ്പോഴാണ് അതിനുശേഷം അടുത്ത കൂട്ടം വരുന്നു. അടുത്ത പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് 2-3 പേര് അപ്പോൾ വരുന്നു. 2-3 അറിയില്ല, അപ്പോൾ വരുന്നു. അവരെയും പോലീസ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കിത് വഴി നടക്കാൻ പറ്റില്ലേ. കാരണം എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക അഭിലാഷേ, ഞാൻ നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോഴും ഫിസിക്കൽ അസോൾട്ടാണല്ലോ നടക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുകയാണ്. അതിൽ നമുക്ക് ശരീരം വേദനിക്കുകയാണ്. ആ ഇതിൽ നിന്ന് ഞാൻ പറയാണ്, ഇത് എനിക്ക് നടക്കാൻ കഴിയില്ലേ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ടം വരുന്നു. അവരെ ഈ പോലീസ് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വന്ദേ ഭാരത എനിക്ക് 3:27 അന്ന് 3 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ സാധാരണ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നടന്ന് നീങ്ങിയപ്പോ എന്റെ നടപ്പ് സ്ലോ ആയി. എനിക്ക് അതൊക്കെ അവരെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ കഴിഞ്ഞ ഉടനെ മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടാകാം. അതൊന്നും അതല്ല. ഞാൻ സംഭവിച്ചത് ഇതാണ്. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിഫ്റ്റിൽ കയറി അതെ ഞാൻ പറയട്ടെ, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി. ഞാൻ എന്റെ ബാഗും എന്റെ ഡയറിയും എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡയറി ഞാൻ എൻ്റെ ട്രെയിനിനകത്ത് വെച്ച് ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ കരുതുക. കാരണം എൻ്റെ ബാഗിനകത്ത് ഒതുങ്ങുന്ന ഒരു ഡയറി അല്ല. അപ്പോൾ ഞാൻ ഇത് ഞാൻ അഭിലാഷിന്റെ കൊടുത്തു, എൻ്റെ ഗൺമാൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം എനിക്കിത് പിടിക്കാൻ പറ്റുന്നില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ന് മാത്രമല്ല, എൻ്റെ നടത്തം സ്ലോ ആയി. ഞാൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നടക്കും. അതായത് കയറി, പിന്നെ എസ്കലേറ്ററിൽ കയറിയാണല്ലോ. എസ്കലേറ്റർ കയറുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ നടത്തം സ്ലോ ആകുന്നുണ്ട്. എനിക്ക് നടക്കാൻ. അപ്പോഴാണ് ഞാൻ ഈ ഒരു ആക്രമണത്തിന്റെയും ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങുവാണല്ലോ. അപ്പൊ നടന്നു നീങ്ങുമ്പോഴാണ്, അപ്പോൾ ഞാൻ അപ്പോഴും മീഡിയ എന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് തിരിഞ്ഞ് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അത് അവർ കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത്? കാരണം എൻ്റെ ശരീരം വേദനിച്ചു. എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, എൻ്റെ ശരീരം വലിച്ചു ഉലച്ച്, അതിനിടയിൽ ആ ഒരു ഉന്തും തള്ളും ഇതെല്ലാം ഉണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഇവരോട്, മീഡിയയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ഞാനൊന്ന് സ്വസ്ഥമായിട്ട് പൊയ്ക്കോട്ടെ. എന്നെ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്? എൻ്റെ ആ ഇമോഷണൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനത് പറയുന്നത്. അതിനുശേഷം ഞാൻ മുന്നോട്ട് നടന്നു. എസ്കലേറ്ററിൽ അപ്പോഴത്തേക്ക് എനിക്ക് വേദന ആയി. ചെവിയുടെ, എനിക്ക് ആദ്യം ഞാൻ നോക്കിയത് എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് എന്തോ ഫ്ലോ ചെയ്യുന്നില്ല തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ബ്ലഡ് വല്ലാണോ എന്ന് നോക്കിയപ്പോൾ ബ്ലഡ് അല്ല. പിന്നെ എനിക്ക് ഈ ചെവിയും ഈ ഭാഗവും വേദനിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോലീസിനോട് പറയുന്നുണ്ട്, മാഡം മുന്നേ 1 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ വരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷെ എന്നെ കൊണ്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ എസ്കലേറ്ററിൽ കയറുവാണ്. അപ്പോ എനിക്ക് ഈ ഭാഗത്ത് നല്ല വേദന ആയി തുടങ്ങി. കാരണം ഈ ഭാഗത്താണ് എനിക്ക് നല്ല വേദനയും പിടുത്തവും ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അഭിലാഷ് അവിടെ ഇരിക്കാൻ, പിന്നെ ബ്രിഡ്ജല്ലേ, നമ്മൾ മുകളിൽ ചെന്നിട്ട് ബ്രിഡ്ജാണ്. അപ്പൊ അഭിലാഷ് പറഞ്ഞു, അപ്പോഴും നമ്മൾ പോകാൻ വേണ്ടി തന്നെയാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് പിറ്റേന്ന് 27-ാം തീയതി 27 ഇവിടെ പരിപാടിയുണ്ട് പത്തനംതിട്ടയിൽ. 27, 28 അല്ല 26, 27, 28 പത്തനംതിട്ട പരിപാടിയുണ്ട് 1-ാം തീയതി. കാരണം കുറെ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ക്യാൻസർ കെയർ പ്രോജക്റ്റും നമ്മളൊരു 4-3 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുകയാണ്.